ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഖത്തർ സന്ദർശനത്തിന് തുടക്കമായി. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമാദ് അൽ താനിയുമായി ശ്രീ മോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതവും സുതാര്യവും പരിസ്ഥിതി സൌഹൃദവുമായ ഭരണരീതികൾ സ്വീകരിക്കാൻ ലോക സർക്കാർ ഉച്ചകോടിയിൽ പങ്കെടുത്ത നേതാക്കളോട് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി. ഈ മാസം 27-ന് നടക്കാനിരിക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. കടമെടുപ്പ് പരിധി സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തമ്മിലുള്ള ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ. സപ്ലൈകോ സബ്സിഡി നിരക്കിൽ നൽകിയിരുന്ന 13 സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരത്തിന് ഇന്ന് രാജ്കോട്ടിൽ തുടക്കം. വാർത്തകൾ വിശദമായി. ഭാവി സർക്കാരുകളെ രൂപപ്പെടുത്തുക എന്ന പ്രമേയത്തിലൂന്നി ദുബായിൽ നടക്കുന്ന ലോക സർക്കാർ ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. സമകാലിക വെല്ലുവിളികൾ നേരിടാൻ സമർത്ഥവും സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതവും സുതാര്യവും പരിസ്ഥിതി സൌഹൃദവുമായ ഭരണരീതികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളോട് അഭ്യർത്ഥിച്ചു. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ പൌരന്മാരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്ന മിനിമം ഗവൺമെന്റ് മാക്സിമം ഗവേണൻസ് എന്നതാണ് തന്റെ ഭരണതന്ത്രമെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഫിൻടെക്, ഡിജിറ്റൽ പേയ്മെന്റുകൾ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ ഒന്നാമതെത്തിയ കാര്യം പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. ആഗോളതലത്തിൽ ഏറ്റവും വലിയ 3ാമത്തെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയായി ഇന്ത്യ ഉടൻ മാറുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. നിർമ്മിത ബുദ്ധി, ക്രിപ്റ്റോ കറൻസി, സൈബർ സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണത്തിന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഇന്ത്യയുടെ ശക്തമായ നിലപാട് വിശദീകരിച്ച ശ്രീ മോദി സൌരോർജ്ജം, കാറ്റ്, ജൈവ ഇന്ധനങ്ങൾ, ഹരിത ഹൈഡ്രജൻ എന്നിവയിൽ നിക്ഷേപിക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞു. ലോക സർക്കാർ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഡഗാസ്കർ പ്രസിഡന്റ് ആൻഡ്രി രജോലിനയുമായി കൂടിക്കാഴ്ച നടത്തി. ആഗോള വിപണിയിലേക്ക് ഇന്ത്യൻ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് പ്രവേശനം ഉറപ്പാക്കുക ലക്ഷ്യമിട്ട് ദുബായിൽ ആരംഭിക്കുന്ന ഭാരത് മാർട്ടിന് പ്രധാനമന്ത്രി മോദി വിർച്വലായി തറക്കല്ലിട്ടു. UAE വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തും പരിപാടിയിൽ സന്നിഹിതനായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഖത്തർ സന്ദർശനത്തിന് തുടക്കം. 2 ദിവസത്തെ UAE സന്ദർശനത്തിന് ശേഷം ഇന്നലെ വൈകുന്നേരം ദോഹയിലെത്തിയ ശ്രീ മോദിയെ ഖത്തർ വിദേശകാര്യ സഹമന്ത്രി സോൾട്ടാൻ ബിൻ സാദ് അൽ മുറായ്ഖി സ്വീകരിച്ചു. ദോഹയിൽ ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തി. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമാദ് അൽ താനിയുമായി ശ്രീ മോദി ഇന്ന് ദോഹയിൽ കൂടിക്കാഴ്ച നടത്തും. ഒരു റിപ്പോർട്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദം ദൃഢപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഖത്തർ പ്രധാനമന്ത്രിയുമായി ഊഷ്മളമായ ചർച്ച നടന്നതായി പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, ധനകാര്യം തുടങ്ങിയ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം വിപുലീകരിക്കും. ഉഭയകക്ഷി പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനായി ഖത്തർ നേതൃത്വവുമായി വിപുലമായ ചർച്ചകൾ തുടർന്നും നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ഖത്തറിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് നടത്തിയ പ്രസ്താവനയിൽ ഇന്ത്യയും ഖത്തറും സൌഹാർദ്ദപരമായ ബന്ധമാണ് നിലനിർത്തുന്നതെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വർദ്ധിച്ചുവരുന്ന വ്യാപാരം, നിക്ഷേപം, ഊർജ്ജ പങ്കാളിത്തം, സാംസ്കാരിക വിനിമയം, വിദ്യാഭ്യാസ മേഖലയിലെ സഹകരണം തുടങ്ങിയവ മെച്ചപ്പെട്ടതായും പ്രധാനമന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. അബുദാബിയിലെ ആദ്യ ശിലാനിർമ്മിത ഹിന്ദു ക്ഷേത്രമായ സ്വാമിനാരായൺ സൻസ്ഥ ബാബ്സ് മന്ദിറിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. ക്ഷേത്രത്തിലെ സന്യാസിമാർക്കൊപ്പം പ്രത്യേക പ്രാർത്ഥനകളിലും ശ്രീ മോദി പങ്കെടുത്തു. ക്ഷേത്രോദ്ഘാടനം ദർശിക്കാൻ 1000-ഓളം പേരാണ് എത്തിയിരുന്നത്. ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തതിലൂടെ UAE ഒരു സുവർണ അധ്യായം രചിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ശാക്തീകരിക്കാൻ വനിതകളുടെ തുല്യ പങ്കാളിത്തം അനിവാര്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാജസ്ഥാനിലെ ദുംഗർപൂർ ജില്ലയിൽ ബനേശ്വർ ധാമിൽ നടന്ന ലക്ഷപതി ദീദി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. വനിതകൾക്കിടയിൽ വിദ്യാഭ്യാസവും നൈപുണ്യ വികസനവും പ്രോത്സാഹിപ്പിക്കാൻ ശ്രീമതി മുർമു ആഹ്വാനം ചെയ്തു. ഈ മാസം 27-ന് നടക്കാനിരിക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്ന് അവസാനിക്കും. കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി രാജസ്ഥാനിൽ പത്രിക സമർപ്പിച്ചു. കേന്ദ്രമന്ത്രിമാരായ അശ്വനി വൈഷ്ണവും എൽ മുരുകനും രാജ്യസഭയിലേക്ക് മത്സരിക്കും. കോൺഗ്രസ് നേതാവ് അഭിഷേക് സിംഗ്വി ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലെത്തിയ അശോക് ചവാൻ മഹാരാഷ്ട്രയിൽ നിന്ന് രാജ്യസഭയിലെത്തും. ഡൽഹി ചലോ മാർച്ച് ആഹ്വാനം ചെയ്ത് സമരത്തിലുള്ള കർഷകരുമായി കേന്ദ്ര സർക്കാർ വീണ്ടും ചർച്ച നടത്തും.
കേന്ദ്ര കൃഷിമന്ത്രി അർജുൻ മുണ്ട, കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, നിത്യാനന്ദ് റായ് എന്നിവരാണ് കർഷകരുമായി ചർച്ച നടത്തുക. ഇന്ന് വൈകിട്ട് 5-ന് ചണ്ഡീഗഡിലാണ് ചർച്ച. പാരീസിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസിയുടെ മന്ത്രിതല യോഗത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിർച്വലായി അഭിസംബോധന ചെയ്തു. ഒരു ദശാബ്ദം മുൻപ് 11ാം സ്ഥാനത്തായിരുന്ന ഇന്ത്യ 5ാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായി മാറിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഗതാഗത മേഖലയിൽ ഹരിത ഹൈഡ്രജൻ ഉപയോഗവുമായി ബന്ധപ്പെട്ട് പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങളുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ഹരിത ഹൈഡ്രജൻ ദൌത്യവുമായി ബന്ധപ്പെട്ട് പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയമാണ് മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. വരും വർഷങ്ങളിൽ ഹരിത ഊർജ്ജ ഉപയോഗം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കടമെടുപ്പ് പരിധി സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തമ്മിലുള്ള ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് ചർച്ച. ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ നേതൃത്വത്തിലുള്ള 4-അംഗ സംഘം സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കും. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി കെ.എം. എബ്രഹാം, അഡ്വക്കേറ്റ് ജനറൽ കെ. ഗോപാലകൃഷ്ണക്കുറുപ്പ്, ധനകാര്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രബീന്ദ്രകുമാർ അഗർവാൾ എന്നിവർ മന്ത്രിക്കൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് സൂചന. കടമെടുപ്പ് പരിധി സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ചർച്ച നടത്താൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചത്. കേന്ദ്ര വന്യജീവി നിയമത്തിൽ ഭേദഗതി വേണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം കേരള നിയമസഭ പാസാക്കി. വനം മന്ത്രി എ കെ ശശീന്ദ്രനാണ് പ്രമേയം അവതരിപ്പിച്ചത്. അതേസമയം സപ്ലൈകോ സബ്സിഡി നിരക്കിൽ നൽകിയിരുന്ന 13 സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. വിശദാംശങ്ങളിലേക്ക്. ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യജീവികളെ കൊല്ലാൻ തടസ്സമാകുന്ന കേന്ദ്ര വന്യജീവി നിയമത്തിലെ കർശന വ്യവസ്ഥകൾ കാലാനുസൃതമായി ഭേദഗതി വരുത്തണമെന്ന് പ്രമേയം ആവശ്യപ്പെട്ടു. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നും പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. നിയമസഭ ഇന്ന് പിരിയും. അതിനിടെ സപ്ലൈകോയിൽ സബ്സിഡി ഇനത്തിൽ നൽകിയിരുന്ന അരിയും പഞ്ചസാരയും ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ സബ്സിഡിയിൽ മാറ്റം വരുത്താൻ ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 70% വരെ വിലക്കുറവുണ്ടായിരുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇനി 35% മാത്രമാണ് സബ്സിഡി ലഭിക്കുക. വിപണി വില കൂടുന്നതും കുറയുന്നതുമനുസരിച്ച് സബ്സിഡി വിലയിൽ മാറ്റം വരുത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സബ്സിഡി പുനഃപരിശോധിക്കാൻ സർക്കാർ നിയോഗിച്ച ഡോക്ടർ രവിരാമൻ അധ്യക്ഷനായ വിദഗ്ധ സമിതി റിപ്പോർട്ട് പരിഗണിച്ചാണ് നടപടി. സ്ഥിരം സബ്സിഡി സർക്കാരിന് നഷ്ടമുണ്ടാക്കുന്നതായും കാലാനുസൃത മാറ്റം ആവശ്യമാണെന്നും സമിതി ശുപാർശ ചെയ്തിരുന്നു. ചെറുപയർ, ഉഴുന്ന്, വൻകടല, വൻപയർ, തുവരപ്പരിപ്പ്, മുളക്, മല്ലി, പഞ്ചസാര, വെളിച്ചെണ്ണ, ജയ അരി, കുറുവ അരി, മട്ട അരി, പച്ചരി തുടങ്ങിയവയുടെ വിലയിലാണ് മാറ്റം വരിക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. വന്യജീവി നിയമ ഭേദഗതി സംബന്ധിച്ച് കേരള നിയമസഭ പാസാക്കിയ പ്രമേയം ജനങ്ങളെ അപഹാസ്യരാക്കുന്നതാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുള്ള നടപടികൾ പ്രാവർത്തികമാക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര തിരുവനന്തപുരം നഗരത്തിൽ 2ാം ഘട്ട പര്യടനം തുടരുന്നു. ഇന്ന് ഇടപ്പഴിഞ്ഞി, വെട്ടുകാട് എന്നിവിടങ്ങളിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്ര പര്യടനം നടത്തും. സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ സംഘടിപ്പിക്കുന്ന കരിയർ ഗൈഡൻസ് എക്സ്പോ മന്ത്രി വീണ ജോർജ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പുതിയ കാലത്തെ പഠന മേഖലകളും തൊഴിൽ സാധ്യതകളും പെൺകുട്ടികൾക്ക് പരിചയപ്പെടുത്തുകയാണ് 3 ദിവസത്തെ പരിപാടിയുടെ ലക്ഷ്യം. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഇന്ന് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെത്തും. രാവിലെ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്ര സന്ദർശനത്തോടെ പരിപാടികൾ ആരംഭിക്കും. വിമോചന സമരകാലത്ത് വെടിവയ്പിൽ കൊല്ലപ്പെട്ടവരുടെ ശവകുടീരം സന്ദർശിച്ച് പുഷ്പാർച്ചന നടത്തും. സിബിഎസ്ഇ 10, 12 ക്ലാസ് പരീക്ഷകൾക്ക് ഇന്ന് തുടക്കമാകും. രാവിലെ 10:30-നാണ് പരീക്ഷകൾ തുടങ്ങുക. വിദ്യാർത്ഥികളെ 10 മണിക്ക് ശേഷം ക്ലാസിൽ പ്രവേശിപ്പിക്കില്ലെന്ന് സിബിഎസ്ഇ അറിയിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരത്തിന് ഇന്ന് തുടക്കം. രാജ്കോട്ടിലെ സൌരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിലാണ് കളി. 2024 T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ രോഹിത് ശർമ്മ നയിക്കും. രാജ്കോട്ടിലെ സൌരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ബിസിസിഐ സെക്രട്ടറി ജയ് ഷായാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഖത്തർ സന്ദർശനത്തിന് തുടക്കമായി. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമാദ് അൽ താനിയുമായി ശ്രീ മോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതവും സുതാര്യവും പരിസ്ഥിതി സൌഹൃദവുമായ ഭരണരീതികൾ സ്വീകരിക്കാൻ ലോക സർക്കാർ ഉച്ചകോടിയിൽ പങ്കെടുത്ത നേതാക്കളോട് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി. ഈ മാസം 27-ന് നടക്കാനിരിക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. കടമെടുപ്പ് പരിധി സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തമ്മിലുള്ള ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ. സപ്ലൈകോ സബ്സിഡി നിരക്കിൽ നൽകിയിരുന്ന 13 സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരത്തിന് ഇന്ന് രാജ്കോട്ടിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.